ഈ സ്ക്രീനിൽ 201 കാര്യങ്ങളുടെ വീഡിയോയും ഫോട്ടോയും 1 by 1 ആയിട്ട് കാണിക്കും. അവിടെ ശബ്ദം ഉണ്ടാകില്ല. ഇവിടെ ഞാൻ ശബ്ദം കൊടുക്കും. ഓരോ നടന്മാരുടെ ശബ്ദം അനുകരിക്കുമ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം വേണം. എങ്കിലേ അടുത്ത നടനെ ശബ്ദം അനുകരിക്കാൻ ഒരു ഊർജ്ജം, ഒരു എനർജി എനിക്ക് കിട്ടിയുള്ളൂ. ഓക്കെ അല്ലേ? തുടങ്ങാം. ഈ ഡാൻസിന്റെ ലൈറ്റ് നോക്കിയില്ലേ? ഓക്കെ, സ്റ്റാർട്ട്. എന്റെ നിന്നമോളും ഏട്ടനായിട്ടല്ല, അച്ഛനായിട്ടല്ല എന്റെ പെണ്ണന്മാരെ ഞാൻ വളർത്തിയത്. ഒരാളെ പോയി ഒന്നുകൂടി യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നു എന്നത്തെ കാട്ടിയിട്ട്. സത്യം നീ ആരാ? ഏതാ? ഈ പാപം നിനക്ക് എവിടെ കിട്ടി? ഇതാരാണ് നിനക്ക് തന്നത്? നെല്ലേ ബാബ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഗംഭീരമായിരിക്കുന്നു നിന്റെ പെർഫോമൻസ്. മോളെ ജന്മം കൊണ്ട് മാത്രമല്ല അച്ഛനാവേണ്ടത്, കർമ്മം കൊണ്ടും വേണം. നിന്റെ കൂടെ ഞങ്ങളുണ്ട്, ഈ നാട് മുഴുവനുണ്ട്. ആട്ടിപ്പുറത്താക്കിയത് തന്നെയും തന്റെ മോളെയും ഞാൻ അമേരിക്കയിൽ വെച്ച് കണ്ടപ്പോ അവിടെ സംസാരിച്ചത് ശുദ്ധ മലയാളം അല്ല. ആരായിരുന്നു പ്രേമചന്ദ്രനോ? സിനിമയില് ഞാൻ ആദ്യം തീരുമാനിച്ചത് കുഞ്ചാക്കോബോബനെയായിരുന്നു. കുഞ്ചാക്കോബോബനെ തിരക്ക് കാരണമാണ് ആ സിനിമയിൽ മറിയം വരുന്നതും പടം സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറുന്നതും. ഒരുപാട് സന്തോഷമുണ്ട്. പൂജിക്കാനല്ലാതെ ജീവിതത്തിൽ ഒറ്റത്തവണ പോലും കൈകൊണ്ട് സ്പർശിച്ചിട്ട് രാമ പറഞ്ഞ വസ്തു പരിഹസിച്ച് പറഞ്ഞിടോ താൻ ആയുധം താഴെ വെപ്പിച്ചു. അതേടോ എന്റെ കുട്ടിയെ നിറയൊരു ചിന്തകയിൽ ഏൽപ്പിച്ചു തന്ന നിമിഷം മുതലേ ഇതാ ഇതിനെ മനസ്സുകൊണ്ട് നിറച്ചു വെച്ചിരിക്കുക ഈ രാമവർമ്മ. എന്റെ ഒരു വെറ്റുന്നുണ്ട് ചിന്ത. അച്ഛനും അമ്മയും ഒരു വിമാനത്തിൽ മരിച്ചുപോയി. ഇപ്പൊ അവൻ ഓടി നിൽക്കുകയില്ല. നാളെയും 8ാമത്തെ പെരുന്നാളാണ്. എല്ലാ പെരുന്നാളിനും ഞാൻ അവരോട് വാങ്ങിച്ചു കൊടുത്തയക്കും. അപ്പൂപ്പൻ്റെ ഉടുപ്പും കത്ത് അവരിക്കുന്നുണ്ടാകും. രാത്രിയായ റസിയെ ടെറസിൽ കാണാറുണ്ടെന്ന് അവസരം പറഞ്ഞു. ഞാൻ റസിയെ കാത്തിരിക്കും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പണ്ടും റസി ഇങ്ങനെയായിരുന്നു. ഒന്നെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങളുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക്. ഈ ലോറൻസ് റിസോർട്ട് ഏർപ്പാടാണല്ലേ? നല്ല നിലാവ്, സുഖമുള്ള കാറ്റ്. ഓക്കെയാണ്. ദേവി നിന്റെ അമ്മയാണെന്നുള്ള കാര്യം മറ്റാരേക്കാളും കൂടുതൽ അറിയുന്ന എനിക്ക്. അയ്യോ എന്റെ പൊന്നു സഹോദരനെ, ഞാൻ ഹാർട്ട് പേഷ്യന്റാണ്. ഒന്നും ചെയ്യണേ. നിങ്ങൾ ജീവിക്കുന്നതിന് ഈശാനുഗ്രഹത്തിനും. ഞാനും ലാലും ആദ്യമായിട്ട് ചെയ്ത റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമ. ആ സിനിമയിൽ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് ശ്രീ ജയറാമിനെയായിരുന്നു. ജയറാമിന്റെ തിരക്ക് കാരണമാണ് ആ സിനിമയിൽ സായികുമാർ വരുന്നതും പടം സൂപ്പർ ഹിറ്റ് ആയിട്ടും. ഓരോ കവിക്കും ഓരോ വിലാസമുണ്ട്. എനിക്ക് ശേഷമുള്ള കവികൾക്ക് വിലാസമില്ല എന്നുള്ളത് അതൊരു അഭിപ്രായം മാത്രമാണ്. അറിയാനുള്ള അവകാശം കുഞ്ഞുണ്ട്. പക്ഷേ എന്റെ ധർമ്മം കൊല്ലങ്ങളായി കൊല്ലത്തെ പിടിച്ചോർന്നു കണ്ടതും കേട്ടതും എല്ലാം ഉള്ളിൽ മൂടി വയ്ക്കുക. നിന്റെ മകന്റെ ജീവനെ നീക്കി ഞാൻ എന്റെ വാച്ചൂട്ടിയിരുന്നു. നിനക്കത് സഹിക്കുന്നില്ലല്ലേ ഉണ്ണി? അവന് വേണ്ടി അപേക്ഷിക്കാൻ നീ ഓടിയെത്തി. ശരി, നീ പറയുന്നത് ഞാൻ അനുസരിക്കാം. പക്ഷെ അപേക്ഷയുണ്ട്, ആഗ്രഹമുണ്ട്. അത് നീ എനിക്ക് സാധിച്ചു തരണം. എന്റെ മകളുടെ ജീവൻ തിരിച്ചു നൽകാൻ ഉണ്ണിയമ്മയ്ക്ക് സാധിക്കുമോ? സാധിക്കുമോ? എന്റെ പൊന്നമ്മനമകളെ തിരിച്ചു നൽകാൻ ഈ മറുനാടിനോ കടത്തനാടിനോ തച്ചോളി തറവാടിനോ നിനക്കോ സാധിക്കുമോ?
ശ്വാസകോശം സ്പോർട്സ് പോലെയാണ് ഓരോ ശരാശരി പുറമെടുക്കാറുണ്ട്. ശ്വാസകോശത്തിൽ നിന്നും കഥ പുറത്തെടുത്ത ഏകദേശം ഇത്രത്തോളം വരും. അപ്പം ഒരാളെ രോഗിയാക്കാൻ വലിയ രോഗി ഈ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പൊട്ടും കടലിൽ എന്തിനാ വെറുതെയിരിക്കുന്നെന്ന് കയ്യടിച്ചേ. പിന്നെ മിക്രി എന്ന് പറയുന്നത് ജന്മനാക്കുന്ന ഒരു കഴിവാണ്. ആ കഴിവ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ് സത്യം. ഓൾ ദ ബെസ്റ്റ്. നിങ്ങളിവിടെ വരുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷത്ത് നിങ്ങൾ പറയുന്നത് ഇനിയും ഇതുപോലെ ലൈറ്റായിട്ട് വരിക. ഇതെന്താണ് പയ്യെ? ഈ മുഖം ഒന്ന് തെളിഞ്ഞാണ് ഞാൻ ചെയ്തത്. ഇതൊന്ന് അവസാനിപ്പിച്ചൂടെ? ഉണ്ണിക്കുത്തി വലുതാക്കിയ പിന്നെ അവിടെ വെച്ച് കുറച്ച് കളയും. ഞാൻ അതിന് പഠിക്കില്ല. ഒട്ടും മോശമല്ല നീളം വരും, അറിയാലോ. അവന്റെ കഴിവ് മറ്റാരേക്കാളും കൂടുതലായി നിനക്കല്ലേ? കൊടുത്ത പട്ടിയെ പോലെ ആട്ടി പുറത്താക്കിയപ്പോഴും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഓർമ്മ വേണമത്. ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഞാനൊരു കാരണമല്ലേ നീലന്റെ അമ്മ വീട് വിട്ടിറങ്ങിപ്പോയത്? വേണ്ട, കൂടുതൽ പുറത്തോട്ട് പോണ്ട. അല്ലെങ്കിലും നിനക്ക് ഇപ്പോഴും കൂറ് അവനോടാണ് ധരിക്കുന്നത്. എന്റെ അച്ഛനെയും അമ്മയെ നീക്കുന്നു. എന്റെ നാമങ്ങളുടെ പൊന്നനുസരിച്ച് നീക്കുന്നു. ഒരു കുടുംബജീവിതം ആഗ്രഹിച്ച് ഞാൻ സ്നേഹിച്ചെന്റെ നാട് പിന്നിക്കുന്നു. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തു. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ മുന്നിൽ വെച്ചായിരിക്കും എന്റെ ശത്രുവിന്റെ മരണം. ഗോപാലകൃഷ്ണൻ കണ്ടില്ലേ എന്റെ ഭാര്യയെ? അവളിപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ഒരു നിമിഷം പോലും അവൾക്ക് സ്റ്റേജിയെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. ഈ സമയത്ത് അവളെ കൊണ്ടുപോയി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്റെ ഭാര്യ ജീവിച്ചിരിക്കില്ല. ഒരാളുടെ കണ്ണീര് വീട്ടിയിട്ട് ഈ വീട്ടിലാണ് സന്തോഷിക്കാറില്ല. ജീവിതം ത്യാഗം ചെയ്ത പഞ്ചാബികളുണ്ട്. അവളും ത്യാഗം ചെയ്യട്ടെ. അയ്യോ പാവം, പരലോക മോണിക്കോളത്തിൽ സാംബശിവന്റെ കഥാപ്രസംഗം. അമ്പടി കല്ലി വന്നാട്ടെ ഇരുന്നാട്ടെ, എല്ലാവരും ഒന്ന് കൈയടിച്ച് കുടിക്കാൻ ജാഗ്രത. അന്ന് പൊന്ന ചേച്ചി കുടുംബത്തിന് അന്തസഭമെന്ന പറഞ്ഞാൽ നമുക്ക് മകള് 4 വർഷത്തിന് ചുമ പറയാനുണ്ട്. എന്റെ വിദ്യാർത്ഥിയെ കുറിച്ച് മറ്റൊന്നില്ല പറയുന്നത്. ലാഭമില്ലാത്ത ഒരു ബിസിനസ്സും ശേഖരം ചെയ്യാറില്ല. ഇതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. എതിർത്തിട്ട് ഫലമില്ല. മുത്തശ്ശിയുടെ ജീവൻ രക്ഷിച്ചതിന് പകരം മുത്തുപോലുള്ള ശരീരം എനിക്ക് വേണം. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിൽക്കല്ലേ, വളച്ച് കഴിത്തറിഞ്ഞ ഒന്നച്ച ഹൈവേയിലെ കൂടപ്പുറപ്പാനെ കൂട്ടി ആൺപിള്ളേരെ ഉമ്മ വയ്ക്കാൻ ഇറങ്ങുമ്പോ ആളും തരം നോക്കണം. വിശന്ന് വളർന്നു കയറിയൊന്ന് എനിക്ക് അറിഞ്ഞാഹാരം തരാതെയാണ് ഈ കുട്ടിയുടെ മനസ്സില്ല. അതാണ് കടി കിട്ടാവുന്നത് ഏറ്റവും വില കൂടിയ സ്ഥിതി. കിടക്കട്ടെ, നന്നായി വരും. ആ സ്വാമിനാഥൻ എന്ന് പറയുന്നവരുണ്ടല്ലോ, അവൻ ഇത്രയും കാലം എവിടെ പോവുകയായിരുന്നു, എന്തിനു പോവുകയായിരുന്നു, ആരെ കാണാൻ പോവുകയായിരുന്നു എന്നുള്ള കാര്യം എന്നെ അറിയിക്കണം. പിന്നെ ഇന്നു മുതൽ അവന് പാടിക്ക് പുറത്തിറങ്ങാൻ പാടില്ല. അഥവാ അവിടെ വരികയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതിരാക്കാണെങ്കിലും ഇതിനകത്ത് കയറാമെന്ന് പറയണം. മനസ്സിലായോ? നീ എവിടെയായിരുന്നു ഇത്രയും കാലം? നമ്മുടെ ശശിയെ പുലി പിടിച്ചത് തലതാൻ അധികം രക്ഷപ്പെട്ടത് നിന്നോടിക്കാൻ നമ്മെ പറഞ്ഞത് അങ്ങോട്ടും. അച്ഛേ, നിനക്കവനെ തന്നാണെങ്കിൽ ഒരു വഴിയെടുത്ത് തരാൻ പാടില്ലായിരുന്നോളാം. നിന്റെ മണ്ണം കൈകൊണ്ട് എണ്ണ വീക്കാൻ വീട്ടിയത് ചെറുക്കന്റെ ചുണ്ട പൊട്ടി ചോര വന്നു തള്ളവാൻ. ഫിഷുണ്ട്, ചിക്കനുണ്ട്, മട്ടനുണ്ട്. സമരം ചെയ്യണം, ജീവിതാവസാനം വരെ സമരം ചെയ്യണം. സമരമാണ് ജീവിതം. കുട്ടികൾ ഒരു തെറ്റിച്ചത് കഴിഞ്ഞാൽ പോലും ഒരു കാരണവശാലും അവരോട് ആക്രോശിക്കരുത്. നേരെ മറിച്ച് അവരെ ആദ്യം ചെയ്യുന്നത് കെട്ടിപ്പിടിക്കുക, അവരെ ഹഗ് ചെയ്യുക. അതിനുശേഷം അവരോട് കാര്യങ്ങൾ
കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. സ്നേഹപൂർവ്വം അവരെ ഉപദേശിക്കുക. തെറിയും കണ്ണ ആനക്കാട്ടി ഈപ്പച്ചൻ പുള്ളേന ഇപ്പോഴത്തെ റോഷക്കാരനായിരിക്കണം, ഇപ്പോഴത്തെ ആൺപുള്ളിയായിരിക്കണം ഉന്നമാതിരി. എപ്പോ നീ വീട്ടിക്ക് വന്നിട്ടിയോ എൻ പുള്ളേ മാതിരിയാ. ഇട പണ്ണാടി നീ വേറെ ലെവലാടാ. എന്റെ പൊന്നു മാവച്ച ഇത് ഞാൻ ഗോപിക്ക് കൊണ്ടുപോയി കാശ. നമസ്കാരം. ജെബി ജംഗ്ഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മലയാളത്തിന്റെ സ്വന്തം ബാലാമണി അഭ്യാമായി. നമുക്ക് ചോദിക്കാം നബിയുടെ വിശേഷങ്ങൾ. വേലായുധ, എടാ വേലായുധ, നാളെ മുതല് കള്ളുപിടിയും പെണ്ണുപിടിയൊന്നും പാടില്ല. നീ കേരളത്തിന്റെ മുകളിലേ വിവാഹം കഴിക്കാൻ പോവുകയാണ്. നിശാഗന്ധി ഓർക്കസ്ട്രയ്ക്ക് അഭിമാനമായ സംഗീതരാണ്. സംഗീത പിന്നെ ഗാനങ്ങൾ ആരംഭിക്കുകയായി. ജനുവരിയിൽ കല്യാണം വച്ച പിന്നെ ഫെബ്രുവരിയിലൊക്കെ പറ്റില്ലല്ലോ. അതെന്താ? ജനുവരി കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ ഈ ഫെബ്രുവരിയിലൊക്കെ ഇതിന്റെ മാസാമാസം കല്യാണോ? നമുക്ക് ഫെബ്രുവരി 30 എന്നാ പിന്നെ 30 നോക്കാം. എന്താ ഇവിടെ? ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുമെന്ന് കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങായ വിൽക്കാനുമുണ്ട്. എന്താ ശേഖരത്ത് വേണോ? എന്നെ പോലെയുള്ള നീചന്മാരുടെ പ്രതിക്കാൻ പറ്റുന്ന സിഗർ നിങ്ങൾക്ക് എന്താ പറ്റൂ? കൂട്ടിക്കൊടുക്കാൻ പറ്റുന്ന സിഗർ വൈകി കൂടെ നിൽക്കുന്ന കൊതിക്കാതെ കൊണ്ടാൻ പറ്റുമോ? സിഗർ വൈകി പറ്റില്ല പണി. പട്ടായിക്ക് കൂട്ടിക്കൊടുക്കാം, കൊതിനാല് വെട്ടാം. എന്തും ഈ സൂര്യന് ചുറ്റിലെ എന്ത് നിർഘടനമോ ഈ ബലരാമനെ ഈ പ്രൊഫഷണൽക്കില്ല. ഏത് ലോകത്തിലും അവനെ നിനക്ക് മാത്രമേ അവനെ തിരിച്ചറിയാൻ കഴിയൂ. സോ യു മസ്റ്റ് ബി ഹിയർ. എന്റെ അനുവാദമില്ലാതെ ഇവിടെ വിട്ട് പോയത് പോയാൽ ബിന്ദു, ഇനി ബിന്ദു, അയ്യേ ഞാനൊരു ഭാഷ പറഞ്ഞാടി പിന്നെ ഒന്ന് ചിരിക്കാൻ. അയ്യേ ചിരിക്കണ്ടില്ലേ ശവം അമ്മു. പിന്നെ നാനും നീയും തമ്മിൽ പ്രേമത്തിലാണെന്ന് നാട്ടിലുള്ള എല്ലാവർക്കും പറയാം. നാനിനെ കല്യാണം കഴിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ എന്താ വെറുതെ ഇരിക്കുന്നത്? ഒന്ന് കൈയടിച്ചേ. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പയ്ക്ക്. കൺമുമ്പിൽ വെച്ച് എൻ്റെ അമ്മച്ചെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിയിട്ട് എൻ്റെ അപ്പൻ ജയിൽ കയറുമ്പോൾ എനിക്ക് 9 വയസ്സ്. കഴിമരത്ത് നിന്ന് അവിടെ നിറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. മത് ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറയണം, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. ഇവിടെ നരേന്ദ്രമോദിക്കറിയാം ഇത് എല്ലാവിധ തെളിവുകളോടും കൂടിയാണ് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിച്ചിരുന്നത്. മറ്റാരേക്കാളും കൂടുതൽ അറിയുന്ന നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ സംയമനം പാലിച്ചത്. അന്ന് ആ ഗവൺമെന്റിന്റെ ഭക്ഷ്യകാര്യ വകുപ്പ് ആന്ധ്രാപ്രദേശിലേക്കും പശ്ചിമ ബംഗാളിലേക്കുമെല്ലാം പോയി നല്ല എരിയും പഞ്ചസാരയും പയർവർഗ്ഗങ്ങളെല്ലാം വാങ്ങി കേരളത്തിൽ കൊണ്ടുവന്ന് വെറും 14 രൂപയ്ക്കാണ് 42 രൂപ വിലയുണ്ടായിരുന്ന അരിയുടെ സ്ഥാനത്ത് വെറും 14 രൂപയ്ക്കാണ് അരി ജനങ്ങൾക്ക് നൽകിയത്.